എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നൊരു കപ്പപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നല്ല ടേസ്റ്റുള്ള പുട്ടാണ് കപ്പപ്പുട്ട്. അപ്പം അതിനായിട്ട് ഒരു കപ്പ എടുത്തിട്ടുണ്ട്. ഇത് 1 കിലോളം ഈ കപ്പ. ഇത്രയൊന്നും വേണ്ട, ഇതിൻ്റെ ഒരു പകുതി മതി. അപ്പോൾ പകുതി ഒന്ന് മുറിച്ച് തൊലിയൊക്കെ ഒന്ന് കളയാം. കപ്പപ്പുട്ട് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത്രയും ടേസ്റ്റാണ് ഈ പുട്ടിന്. നമുക്ക് ഇത്രയും മതി, ഈ കഷ്ണം മതി. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി മുറിച്ചെടുക്കാം. ഇതിന് നടുവിലൊരു ആരുണ്ടാവും, അതങ്ങോട്ട് കളയാം. അപ്പോൾ അതൊക്കെ കളഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് വളരെ ചെറിയൊരു ഗ്രേറ്ററാണ്. അത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ വളരെ ചെറുതായിട്ട് തന്നെ കിട്ടുക. വലിയ ഗ്രേറ്ററിൽ ചെറിയ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അങ്ങനെ ചെറിയാലും മതി കേട്ടോ. അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒഴിവാക്കി ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. നന്നായിട്ട് വാട്ടർ കണ്ടൻറ്റ് ഉണ്ട് ഇതിൽ. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് പിഴിഞ്ഞ് കളയാം. ഇതിൻ്റെ ഈ വെള്ളം, ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് നാളികേരവും ശർക്കരയൊക്കെ ഇട്ട് കുറുക്കിയെടുത്താൽ നല്ലൊരു കുറുക്കാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ വെള്ളം മുഴുവനും കളയാം. നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അതൊക്കെ പിഴിഞ്ഞ് കപ്പ. ഇനി ഇതിൽ ഉപ്പും കുറച്ച് അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/2 ഗ്ലാസ് അരിപ്പൊടിയുണ്ട്. അരിപ്പൊടിയോ അല്ലെങ്കിൽ റവയോ ചേർത്താൽ മതി. നമുക്ക് ഈ പുട്ടൊന്ന് സ്റ്റഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകും വല്ലാതെ. നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ പുട്ടുകുറ്റിയിലിട്ട് കുത്തിയെടുക്കുമ്പോൾ അതങ്ങോട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് അരിപ്പൊടിയോ റവപ്പൊടിയോ ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പുട്ട് കിട്ടും. അപ്പോൾ അരിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഞാനൊരു അരമുറി നാളികേരം എടുക്കുന്നുണ്ട്. അതിൻ്റെ പകുതി മതി. പകുതി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് വയ്ക്കാം. ഇനി ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു നനവുണ്ടാവും, അത് മതി. ഇനി ഇതൊരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും അരിപ്പൊടിയൊക്കെ ഒന്ന് സെറ്റായി വരും. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിൽ വാരിയിട്ട് പുട്ടുണ്ടാക്കിയെടുക്കാം.
അപ്പോൾ അത് ആവി വന്നിട്ടുണ്ട്, ഇത് കുത്തിയെടുക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പുട്ടാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. മീൻ കറി കൂട്ടിയിട്ടോ പഴം കൂട്ടിയിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ മീൻ കറി ഉണ്ട്, ചെമ്മീൻ കറി ഉണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്.